സ്റ്റേഡിയങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോഴും വെടിയുണ്ടകളെയും മിസൈലുകളെയും ഭയക്കാതെ കളിക്കളത്തിലിറങ്ങിയവരാണ് പലസ്തീൻകാർ. രാജ്യത്തെ യുദ്ധസമാനമായ അന്തരീക്ഷത്തെയും മറ്റ് പ്രതിസന്ധികളെയും കരളുറപ്പുകൊണ്ട് നേരിട്ട ലോക ഫുട്ബോളിലെ പലസ്തീന്റെ കുതിപ്പ് കായിക പ്രേമികൾക്ക് ആവേശമാവുകയാണ്. അശാന്തിയുടെ ഈ തീച്ചൂളയിൽ കുരുത്തതാണ് പലസ്തീൻ ടീം. ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം ജീവനേക്കാൾ ഫുട്ബോളിനെ സ്നേഹിച്ചവർ. ഫുട്ബോൾ കളിച്ചെന്ന ഒറ്റക്കാരണത്താൽ ജീവൻ നഷ്ടപ്പെട്ടവരും ജയിലിലായവരും. കൊന്നാലും തോൽപ്പിക്കാനാകാത്ത ഫുട്ബോൾ അതിജീവന കഥകളാണ് കൊച്ചിയിലെത്തിയ പലസ്തീൻ ടീം പങ്കുവച്ചത്. The player of our Olympic team, Mahmoud Sarsay, he stayed more than 2 years in the jail. Now we have other players, the goalkeeper of our national team, Omar Abu Ruwais, he's still in the jail. യുവാക്കൾ ഫുട്ബോൾ കളിക്കായി ഒത്തുചേർന്നാൽ ഭീഷണിയെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ഫുട്ബോൾ മൈതാനത്ത് മിസൈൽ വർഷിച്ച ചരിത്രം പോലുമുണ്ട്. 1928 പലസ്തീൻ ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥാപിച്ചത്. എന്നാൽ ഫിഫ അംഗരാജ്യമാകാൻ 98 വരെ കാത്തിരിക്കേണ്ടി വന്നു. 10 വർഷത്തിനകം ഫിഫ റാങ്കിങ്ങിൽ 115 വരെ എത്തി അമ്പരിപ്പിച്ചു. നല്ലൊരു മൈതാനം പോലും ഇല്ലാതിരുന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ പകുതി പോലും വലുപ്പമില്ലാത്ത രാജ്യം. യുദ്ധത്തിൽ നശിച്ച റമള്ള സ്റ്റേഡിയം പുതുക്കി പണിതതും ഫിഫയുടെ മറ്റു ധനസഹായങ്ങളും പലസ്തീൻ ഫുട്ബോളിന് ഉത്തേജനമായി. അശാന്തിയുടെ നാട്ടിൽ നിന്നെത്തി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പന്തു തട്ടാനൊരുങ്ങുമ്പോൾ ഇവർ നമുക്കും മാതൃകയാണ്. ഇന്ത്യൻ ടീം കണ്ടുപഠിക്കട്ടെ പലസ്തീനെ നോക്കി പന്തു തട്ടാൻ. ഒപ്പം നമുക്ക് ആദരിക്കാം ഇവരുടെ ഫുട്ബോൾ സംസ്കാരത്തെ. കൊച്ചിയിൽ നിന്ന് ജയപ്രകാശ്, മനോരമ ന്യൂസ്.